അഭിഷേക് ബ്രോ, കല്യാണമാണോ? സുന്ദരനായിട്ടുണ്ടല്ലോ. വെറൈറ്റി പിടിച്ചതാണ്. വന്നപ്പോൾ എല്ലാവരും കല്യാണമാണോ ഇന്നത്തെ പ്രത്യേകത എന്താ? പ്രത്യേകത തോന്നുന്നു ഇന്ന് എന്റെ പടത്തിന്റെ പൂജയാണ്. ഫസ്റ്റ് റൈറ്റർ പൂജ നേരത്തെ കഴിഞ്ഞാണ്. നമ്മൾ ഇന്ന് സ്വിച്ച് ഓൺ കർമ്മം പോലെ നമ്മൾ സ്ക്രിപ്റ്റ് ബ്രോ ആണല്ലേ? ഒരുപാട് നാളായി അല്ല, എത്ര വർഷമായിട്ട് എഴുതുന്നുണ്ട് സ്ക്രിപ്റ്റ്? അല്ല, ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് എന്റെ ഫ്രീ ടൈമിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം ഞാനൊരു 6 സ്ക്രിപ്റ്റ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 4 ഓക്കെ. അതിനകത്ത് ഫസ്റ്റ് ഒരെണ്ണം തുടങ്ങുന്നു, ബാക്കി 3 ഇനി അതൊക്കെ ഓരോ അനൗൺസ്മെന്റ് വരും. അതൊക്കെ വലിയ വലിയ അനൗൺസ്മെന്റ്. അതിന് മുമ്പ് ഞാനൊരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയുള്ള മൂവി കേട്ടോ? ഇത് ഫാമിലി ഡ്രാമയാണ്. നമ്മൾ കൂടുതൽ അവകാശവാദങ്ങളൊന്നുമില്ല. ഫാമിലി ഡ്രാമ, ചെറിയൊരു പടം എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. നായകനായിട്ടാ ഇതിനകത്ത് 4 നായകന്മാരും 4 നായകന്മാരും 4 മാരീഡ് കപ്പിൾസിന്റെ സ്റ്റോറി. 4 മാരീഡ് കപ്പിൾസിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പറ്റാം എന്നുള്ളതാണ് ഇതിനകത്തെ ബേസിക് ത്രെഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു കപ്പിൾ ഞാൻ, ഒരു കപ്പിള് അനീഷ് ചേട്ടൻ, ഒരു കപ്പിള് ധ്യാൻ ചേട്ടൻ, ഒരു കപ്പിള് ധ്രുവൻ, എല്ലാരും ഉണ്ടല്ലേ? പിന്നെ ശ്രുതി ജയൻ, പിന്നെ നയറ, പിന്നെ അർച്ചന, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. അത് നമ്മളിങ്ങനെ കാസ്റ്റിംഗ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഭിഹിതങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഫാമിലി ഡ്രാമ, നീലക്കുയിലിന് ഫാമിലി ഡ്രാമ എന്ന് പറഞ്ഞിട്ട് അല്ല, 4 പേര് സ്റ്റോറീസ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലോ? അതിനകത്ത് പല ടൈപ്പ് നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അതിനകത്ത് ആ ഒരു പോർഷൻ വരും. അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യം. നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിമൺ ഇതെന്റെ ലൈഫ് അല്ലേ തോന്നല്. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് നമുക്ക് കണക്ട് ആവും. അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഷൂട്ട് എന്ന് തുടങ്ങും. ഇപ്പൊ തുടങ്ങും. നമ്മളിത് സ്വിച്ച് ഓൺ കർമ്മ ജസ്റ്റ് ചെറിയൊരു പൂജ പോലെ ചേർന്ന് തുടങ്ങുന്നത്. നമ്മള് ഷൂട്ട് തുടങ്ങുന്നു. അതിന് നേരത്തെ നീ എത്തണം. റിലീസ് ഉടനെ ഉണ്ടാവും. ഇത് പെട്ടെന്ന് നമ്മൾ ഒരു 1 മന്തേ ഉള്ളൂ ഷൂട്ട്. 1 മന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ പോസ്റ്റ് പ്രൊഡക്ഷനിലോട്ട് പോകും. പിന്നെ റിലീസ് ഉടനെ തന്നെ ഉണ്ടാവും. എന്തായാലും നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ റിലീസ് രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യണം. വലിയ വലിയ പ്രൊഡക്ഷൻസ്, വലിയ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ നമ്മുടെ ആണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. ഇത് വലിയൊരു ക്യാൻവാസ്, ചെറിയൊരു പടം വലിയൊരു ക്യാൻവാസിൽ വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പേരിട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതൊരു അനൗൺസ്മെന്റ് പോലെ ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നമ്പർ 5 ചെയ്തത്. നമ്മുടെ പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ പ്രൊഡ്യൂസറിന്റെ ഫസ്റ്റ് മൂവിയാണ്. ഒരു മലയാളത്തിലെ ഫസ്റ്റ് മൂവിയാണ്. പുള്ളി തമിഴിലൊക്കെ ഒരുപാട് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മലയാളത്തിൽ ഫസ്റ്റ് മൂവി നമ്മൾ അതിന്റേതായ ഒരു പ്രൊസീജിയർ, ഒരു അനൗൺസ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.